ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ നമ്മൾ മുമ്പേ ചെയ്തു. ഈ അധികാരത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും പിന്നീട് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ വളരെ അധികം വിവരങ്ങൾ കർത്താവ് തന്നത് പ്രകാരം പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നത് അല്ലെങ്കിൽ കൺമുമ്പിൽ കൊണ്ടുവന്ന് തന്നത് പ്രകാരമുള്ള വിവരങ്ങളൊക്കെ ഞാൻ മുമ്പ് ഈ വീഡിയോകൾ വഴി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ. ആരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പേ തന്നെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉപമകളിൽ ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏകരക്ഷയുടെ ആ ഒരു അളവറ്റ വലുപ്പം അനേക ഉപമകൾ കൂടി കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യർ ഈ ഭൂമിയിലായിരിക്കുന്ന ഈ ലോകത്തിലായിരിക്കുന്ന മനുഷ്യർ എത്രത്തോളം ഉയരത്തിൽ നിന്നാണ് അവൻ താഴെ വീണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായിട്ട് കാൽവരിയിൽ തീർന്ന ആ ഒരു മഹാകൃപയുടെ അല്ലെങ്കിൽ മഹായാഗത്തിൻ്റെ ഫലമായിട്ടാണ് നാം തിരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് പോകുവാനുള്ള രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയിൽ മാത്രമാണ് നമുക്ക് ഇനി സ്വർഗത്തിലേക്ക് ആക്സസ് ഉള്ളത്. ഇവിടെ ഒരു പാഠഭാഗം നമുക്കൊന്ന് പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം. അത് ആ അധ്യായം മുഴുവൻ, ആ ഒരു അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവത്തിന് മുഴുവൻ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇതിലും ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം. കാരണം അതിൽ ഒരു ഉപമയെക്കുറിച്ച് ഒരു ഉപമയെക്കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം, അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും അറിയാം, അവിടെ ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ, അവനെന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾപ്പാൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ ഉപമ അവിടെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്ന ഒരു ഉപമയാണ്. അതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. അപ്പോൾ അവിടെ ഒരു വലിയ സന്തോഷത്തെക്കുറിച്ചാണ്. അതായത് ഈ ഉപമകളെല്ലാം അതിൻ്റെ ആത്മീയ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ആത്മീയമായിട്ടുള്ള ആ ലോകത്തിലേക്കുള്ള മനുഷ്യൻ്റെ തിരിച്ചു പോക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്, ദൈവത്തിൻ്റെ ഏത് ദൗത്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് താനിവിടെ അവതരിച്ചത് എന്ന് കൃത്യമായിട്ട് കർത്താവ് ആ ഉപമകളിൽ കൂടി വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ പറയുന്നു, ഒരാൾക്ക് 100 ആടുണ്ട്. ഇതിൽ ഒരാൾ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. യഹോവയായ ദൈവം, ആ ദൈവത്തിൻ്റെ സ്വന്തമായിട്ടുള്ള 100 ആടുകൾ. ആ ആടുകളെ നമ്മൾ വേറൊരു രീതിയിൽ കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ ആ ദൈവത്തിൻ്റെ മക്കൾ, 100 ആടുകൾ മക്കളുണ്ട്. ആ മക്കള് അവിടെ പറഞ്ഞിരിക്കുന്നു, അതിൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ ഒരെണ്ണം കാണാതെ പോയ ആ ഒരെണ്ണത്തിനെ അന്വേഷിച്ച് കർത്താവ് പോവും. അങ്ങനെ കാണാതെ പോയ, ഞാൻ മുമ്പ് പല തവണ പറഞ്ഞിട്ടുണ്ട്,
ആ 99 എണ്ണത്തിന് ഹി ലെഫ്റ്റ് ഇൻ ദി വിൽഡർനെസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ ഇവിടെ വിൽഡർനെസ് എന്ന് പറയുന്നത് കൊണ്ട് സാധാരണഗതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള അപകടത്തിൻ്റെ സാധ്യതയുള്ള ഒരു മരുഭൂമി എന്ന അർത്ഥത്തിലല്ല. അവരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്ത് അവരെ നിർത്തിയിട്ട് ഈ കാണാതെ പോയതിനെ അന്വേഷിച്ച് പുറപ്പെടുന്നു എന്നാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ്. ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കാരണം അത്രത്തോളം സ്നേഹം കൊണ്ട് അവനെ കണ്ടെത്തും വരെ കർത്താവ് അവനെ അന്വേഷിച്ച് നടന്ന് നോക്കി കണ്ടെത്തി കഴിഞ്ഞാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ഈ ആടിനെ, എൻ്റെ ആടിനെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കും. അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരോടും മറ്റുള്ളവരോടും എല്ലാവരോടും കൂടെ വിശുദ്ധന്മാരോടും ചേർന്ന് ഈ കാണാതെ പോയ ഓരോ ആടിനെയും കണ്ടുകിട്ടുമ്പോൾ അവിടെ സ്വർഗത്തിൽ വലിയ മഹാസന്തോഷം ഉണ്ടാകുന്നത് ദൈവജനത്തിൽ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമാന്മാർ, നമുക്കറിയാം മനുഷ്യനായി പിറന്ന ഏത് മനുഷ്യനും, ആദാം മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യനും മാനസാന്തരത്തിൽ കൂടി അല്ലാതെ, മാനസാന്തരം കൊണ്ട് വരുന്ന ആ ഒരു തിരിച്ചറിവിൽ കൂടി അല്ലാതെ നമുക്ക് ദൈവത്തിലേക്ക് തിരുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമാന്മാർ ആരാണ്? അത് മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോകാത്ത ദൈവത്തിൻ്റെ പുത്രന്മാരുണ്ട്. അവരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 99 നീതിമാന്മാർ അവിടെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ഒരാളാണ് അവിടെ നിന്ന് തെറ്റിപ്പോയത്. ആ തെറ്റിപ്പോയത് ആര്? അത് നമുക്കറിയാം. നമ്മൾ ഒരാളെ കുറിച്ചാണ് നമ്മളത് പറയുന്നതെങ്കിൽ അവിടെ തെറ്റിപ്പോയ ഒരാൾ ആരാണ്? ആദാമാണ്. ആദാം വഴി ജനറ്റിക്കലായിട്ടുള്ള റിലേഷനുള്ള ആദാമിൻ്റെ മക്കളായിട്ടുള്ള എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോയി. പിന്നീട് ആ അധ്യായത്തിൽ തന്നെ പിന്നീട് പറയുക, അതേ അർത്ഥം വരുന്ന മറ്റ് ഒരു ഉപമയും കൂടെ അവിടെ പറയുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ ഇതുപോലെ തന്നെ അയൽക്കാരെയും സ്നേഹിതരെയൊക്കെ വിളിച്ചു കൂട്ടി അവരോട് ഒത്തുകൂടി സന്തോഷിക്കും. അങ്ങനെ ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ കൂടെ സന്തോഷിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു. പിന്നെയും ഒരു ഉപമ കൂടി പറയാണ്. അതാണ് ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അതിൽ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവിടെ വളരെ കൃത്യമായിട്ട് കുറച്ചും കൂടി ആദ്യത്തെ ആ ഉപമയേക്കാൾ കുറച്ചും കൂടി തെളിവായിട്ട് ഇവിടെ കർത്താവ് അവിടെ പറയുന്നു. ഒരു മനുഷ്യൻ, മറ്റേത് ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു മനുഷ്യന് 2 പുത്രന്മാർ. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പോൾ ഒരുത്തൻ ഇളയവനാണ്. നമുക്കറിയാം, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ മൂത്ത പുത്രനാണ് എപ്പോഴും ഈ മറ്റേ ഒരു എൽഡർ എന്നുള്ളൊരു സ്ഥാനം എപ്പോഴും ഉണ്ട്. അതായത് പിന്തുടർച്ച അവകാശി എന്ന ആ ഒരു സ്ഥാനത്ത് എപ്പോഴും ബൈബിളിലെ ആ ഒരു തലമുറകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പിന്തുടർച്ചാവകാശിയായിട്ട് വരുന്നത് ആ ഒരു സ്ഥാനത്തിന് അർഹനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് മൂത്ത പുത്രനാണ്. എന്നാൽ മിക്കപ്പോഴും അതൊരു സ്ഥാനമായതുകൊണ്ട് ചിലപ്പോഴൊക്കെ അത് മറ്റുള്ളവർക്ക് അതിന് അർഹതയുള്ള ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ യാക്കോബും ഏശാവും. അതിൽ ഏശാവ് മൂത്തവനായിരുന്നുവെങ്കിലും ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റ് കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് ഒരു മനുഷ്യന് 2 പുത്രന്മാർ, അതിൽ ഇളയവൻ, അപ്പോൾ ജ്യേഷ്ഠാവകാശം ഇല്ലാത്ത ഇളയവനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ വസ്തുവിൽ എനിക്ക് തരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം, അതറിയാം, അവിടെ ഒരു വില്ല് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ഭാഗം ഇങ്ങ് തന്നേരെ എന്നും പറഞ്ഞ് അവൻ്റെ വഴിക്ക് പോവുകയാണ്. ആരാണ് അവിടെ നിന്ന് അവൻ്റെ വഴിക്ക് പോയത്? നമുക്കറിയാം, നമ്മുടെ ഏദൻ തോട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് വിവരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വന്തം
ആയിട്ടുള്ള എന്താണോ അതിലേക്ക് അവൻ്റെ പങ്കെടുത്തുകൊണ്ട് അവൻ പോയി. അങ്ങനെ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെനാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ദൂരദേശത്തേക്ക് അകന്നുപോയി, പിതാവിങ്കിൽ നിന്ന് എന്നേക്കുമായിട്ട് അകൽച്ചയിലായിപ്പോയി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. അപ്പോൾ ദൈവത്തിങ്കിൽ നിന്നുള്ള ആ വിടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പില്ല. സ്വന്തമായിട്ട് അവൻ്റെ ആ ഒരു ചിന്താശക്തി കൊണ്ട് അവനൊന്നും തന്നെ ചെയ്യുവാനും കഴിയത്തില്ല. അങ്ങനെ അവൻ നാശത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ അതിൽ പിന്നെ പറയുന്ന അതിന് ആ ദേശത്തിലെ പൗരന്മാർ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ അവൻ്റെ വയലിലെ പന്നികളെ മേയ്പ്പാനായിട്ട് അവനെ അയച്ചു. അപ്പോൾ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. ഇത് നമ്മുടെ ഒരു സ്പിരിച്വൽ മീനിങ്ങിലെ കൂടി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇവൻ പോയ ദൂരദേശം എന്ന് പറയുന്നത് ദൈവ തിങ്കിൽ നിന്ന് എന്നേക്കുമായിട്ട് അകൽച്ചയിലേക്ക് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ലോകത്ത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ഇവനെ സഹായിക്കാൻ എന്നുള്ള വ്യാജേന ഇവനെ ചതിക്കാനായിട്ട് നോക്കുന്നത് സാത്താനും അവൻ്റെ പുള്ളന്മാരുമാണ്, അല്ലെങ്കിൽ സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ്. ഇവിടെ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു, അവൻ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ഇപ്പോൾ പന്നി എന്നുള്ള മൃഗത്തെക്കുറിച്ച് നമുക്കറിയാം, എങ്ങനെയുള്ള മൃഗമാണ് പന്നി എന്നുള്ളത്, അതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ പന്നികളെ മേയ്പ്പാൻ അയച്ചു. അപ്പോൾ പന്നികളെ പോലെ ചെളിയിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ട് പന്നികളോടുകൂടി, പന്നിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പന്നിയുടെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പന്നിക്ക് ഒരിക്കലും ആകാശത്തേക്ക് നോക്കാനായിട്ട് കഴിയത്തില്ല. പന്നിക്ക് എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് കൊമ്പിട്ട് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പന്നി ചിന്തിക്കുന്നത്. പന്നി ആ ഒരു തിന്നുന്നതും ഈ അഴുക്കും മറ്റേ വിസർജ്യങ്ങളും അതും ഇതും എല്ലാം ചപ്പും ചവറും എല്ലാം വാരി ഒഴിച്ച് ഇങ്ങനെ ഈ ചെളിയിൽ കിടന്ന് ജീവിക്കുന്ന പന്നി മേൽപോട്ട് നോക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഇവനെ കൊന്ന് അവനെ തിരിച്ച് കിടത്തി മനുഷ്യർ മറ്റേ തോളത്തിട്ടുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ ഇവനെ ഇറച്ചിയാക്കിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവനെ തിരിച്ചു കിടത്തും. ആ സമയത്താണ് ഇവൻ ആകാശം കാണുന്നത്. അല്ലാത്ത സമയത്ത് ഇവൻ സ്വന്തം നിലയിൽ അവൻ ആകാശത്തേക്ക് നോക്കാനായിട്ട് അവന് കഴിയത്തില്ല. അതാണ് പന്നിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ പന്നിയെ മേയ്പ്പാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് അവിടെ കിട്ടിയതെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പന്നി തിന്നുന്ന വാളവരം കൊണ്ട്, പന്നി തിന്നുന്ന ആ വസ്തുക്കൾ അല്ലെങ്കിൽ അഴുക്ക് വസ്തുക്കൾ, ആ ഒരു പഴകിയ സാധനങ്ങൾ അതെങ്കിലും തിന്ന് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ ലോകത്തിലുള്ള ഈ നശിക്കുന്ന സാധനങ്ങൾ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആശ്രയിച്ച് അതിൽ മാത്രം രസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെയാണ്. പെട്ടെന്ന് അവിടെ പറയുന്നു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ ഈ ഈ പറഞ്ഞ പാർട്ടികളും ഈ പിന്നെ നടത്തുന്ന ഇതുപോലുള്ള ഈ ആത്മാക്കളും എല്ലാം ഇവനെ ഓർത്ത് ഇവനെ അവിടെ എന്തെങ്കിലുമൊക്കെ സുഖമായിട്ടൊക്കെ ഒരുവിധമൊക്കെ ജീവിക്കാം എന്നൊക്കെ കരുതിയാണെന്ന്. പക്ഷേ അവിടെ അവന് സുഖം കിട്ടില്ല. കാരണം സാത്താൻ എപ്പോഴും ചതിയാണ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അവനിങ്ങനെ പലതും കണ്ട് മോഹിപ്പിക്കുക, അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അത് മഹാചതിയായിരിക്കും എന്ന് പറഞ്ഞതുപോലെ അവന് അതൊന്നും ലഭിച്ചില്ല. അപ്പോൾ സുബോധം വന്നു. അവിടെ സുബോധം വരുന്നതായിട്ട് കാണിക്കുന്നത് അത് ദൈവത്തിൻ്റെ മഹാകൃപയാണ്. അത്തരം അവസ്ഥകളിൽ മനുഷ്യന് സുബോധം വരിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബോട്ടം മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ നമ്മൾ എത്തുന്ന ഒരു സമയമുണ്ട്. ആ അവസ്ഥയിൽ ഒന്നെങ്കിൽ സുബോധം വരാം, അല്ലെങ്കിൽ അതോടുകൂടി എന്നേക്കുമായിട്ട് നശിക്കാം. ഇതാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ബോധം വരുന്നത് ആ സമയത്ത് താൻ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ താൻ വന്നുപോയ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ അനുതപിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മളതിന് യോഗ്യരാണല്ലോ എന്നുള്ള ഒരു ബോധം, അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സുബോധം എന്ന് പറയുന്നത്. അപ്പോഴാ സുബോധം വന്നപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു ബോധത്തിലോട്ട് അവനെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അവിടെ വളരെ കൃത്യമായിട്ട് ദൈവത്തെ, നമ്മുടെ പിതാവായ ദൈവത്തെ അവിടെ അഡ്രസ്സ് ചെയ്യുകയാണ്. ഞാൻ സ്വർഗത്തോടും നിന്നോടും അങ്ങയോടും പാപം ചെയ്തു.
ഇനി നിന്റെ മകൻ എന്ന് പേരിന് ഞാൻ യോഗ്യനല്ല. മനസ്സിലായോ? അതായത് ആ ആദിയിൽ ആദാം പാപം ചെയ്ത് ആ താഴത്തോട്ട് പോയപ്പോൾ ആ മകൻ എന്നുള്ള സ്ഥാനമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയത്. അവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. കാരണം ആ ഒരു സ്ഥാനം പോയി. മകൻ എന്നുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, ആ സ്ഥാനം പോയി. അതുകൊണ്ട് ഇനി നിന്റെ കൂലിക്കാരിൽ ആരെങ്കിലും പോലെ എന്നെ ആക്കണമേ, ഏതെങ്കിലും വിധത്തിൽ എന്നെ അതിന് ആ ഒരു സ്ഥാനത്തേക്കെങ്കിലും എന്നെ ആക്കണമേ എന്ന് പറയും, എന്ന് അപേക്ഷിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അപ്പം അപ്പൻ്റെ അടുത്തേക്ക് പോവുകയെന്ന് വെച്ചാൽ അപ്പൻ്റെ അടുത്ത് അങ്ങ് നേരെ ചെന്ന് എത്തി എന്നുള്ളതല്ല, അപ്പൻ്റെ അടുത്തേക്ക് വേണ്ടിയിട്ട് തിരിയുന്നു. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് തിരിയുകയാണ്, മനസ്സ് തിരിയുന്നു. അതാണ് മാനസാന്തരം. ആ മാനസാന്തരം വന്നപ്പോൾ ദൂരെ നിന്ന് അപ്പൻ അത് കണ്ടു. അപ്പനറിയാം തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൻ വരും. നമ്മൾ മുമ്പുള്ള 2 ഉപമകളിലും അവിടെ കണ്ടല്ലോ, ആ കാണാതായ ഒരു ആട് എവിടെയെന്ന് അന്വേഷിച്ച് അപ്പനത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അപ്പനറിയാം എവിടെയാണുള്ളതെന്ന്. അപ്പോൾ ഇവൻ മനസ്സ് തിരിയുന്നത് നോക്കി അപ്പൻ അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൻ ഓടി നമ്മുടെ അടുത്തേക്ക് വരുന്നു. മനസ്സിലായി? അപ്പൻ ദൂരത്തു നിന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അതാണ് സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ. മകൻ അപ്പനോട്, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ മുമ്പേ ഉദ്ദേശിച്ച പോലെ തന്നെ അപ്പനോട് ചെന്നിട്ട് കുമ്പസരിക്കുക. അപ്പനോട് നേരിട്ട് ചെന്നിട്ട് അപ്പനോട് പറയാണ്, അപ്പാ ഒരു യോഗ്യത എനിക്കില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ പറഞ്ഞതുപോലെ ഗലീല കടലിൽ അവിടെ വലയിറക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കണ്ടപ്പോൾ ശീമോൻ അതുവരെ കാത്തിരുന്ന തൻ്റെ രക്ഷിതാവ് സ്വന്തം മുമ്പിൽ വന്ന് നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ശീമോൻ ആദ്യം ശീമോൻ്റെ ഹൃദയത്തിൽ വന്നത് താൻ എത്ര യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവെ എന്നെ വിട്ടു പോകണമേ എന്ന്, ഞാൻ അതിന് യോഗ്യനല്ല, കർത്താവെ എന്നെ വിട്ടു പോകണമേ എന്നാണ് അവിടെ ശീമോൻ തൻ്റെ വാഗുകൊണ്ട് പറഞ്ഞത്. കാരണം അതിനുള്ള യോഗ്യതയെ ഓരോ മനുഷ്യർക്കും ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ താഴ്ച എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപേക്ഷകൾ. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ കർത്താവ് വേണ്ടെന്ന് പറയുന്നതല്ല, പക്ഷെ ആ താഴ്ചയിൽ നിന്ന് വരുന്ന അവൻ്റെ ആ സ്വയം ഉള്ള തിരിച്ചറിവ്, അതിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. അവിടെ പറയുന്നു, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ആ ഒരു മനസ്സാന്തരപ്പെടുമ്പോൾ അവിടെ അപ്പൻ തൻ്റെ ദാസന്മാരോട്, തൻ്റെ ദൂതന്മാരോട് പറയാണ്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടുവിപ്പിൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം തിന്ന് ആനന്ദിക്കാം, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ ആനന്ദിച്ച് ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും അതാ അപ്പൻ്റെ 2 മക്കളായിരുന്നു. അതിൽ ഇളവൻ്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. മൂത്ത ആളുണ്ടായിരുന്നു, അത് ജ്യേഷ്ഠാവകാശം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജ്യേഷ്ഠാവകാശം സ്വന്തമായിട്ടുള്ള മകൻ, അതായത് അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാത്ത മകനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മകൻ വന്നിട്ട് അവൻ വയലിലായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. വയലിലായിരുന്നു. അവൻ വീടിനോട് അടുത്ത് വന്നപ്പോൾ വാദ്യം നൃത്തഘോഷങ്ങളൊക്കെ കേട്ട് ബലികല്ലിൽ ഒരുതിനെ വിളിച്ച് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അവിടെ തടിച്ച കാളക്കുട്ടിയെ അറുത്തു. അവർ ആനന്ദിക്കുകയാണ്. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കണ്ടുകിട്ടിയ ഒരു മകൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ അപ്പൻ ആനന്ദിക്കുന്ന ആനന്ദം കണ്ടിട്ട് മൂത്ത മകന് സഹിച്ചില്ല. മൂത്ത മകൻ ഇത്ര കാലമായിട്ട് ഞാൻ നിന്നെ സേവിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, എനിക്ക് ആനന്ദിക്കേണ്ടതിന് എനിക്കൊന്നും ഇതുവരെ തന്നിട്ടില്ല.
അല്ലെങ്കിൽ എനിക്ക് ആട്ടിൻകുട്ടിയെ തന്നില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ മകൻ, അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വേശ്യമാരോടുകൂടി. അവിടെ വേശ്യമാരെന്ന് പറഞ്ഞാൽ ആരാണ്? സ്വർഗത്തെ, അത് നമുക്കറിയാം, ദൈവവചനം വായിക്കുമ്പോൾ സ്വർഗത്തെ ബലാത്കാരം ചെയ്യുന്നു എന്നാണ് ദൈവവചനത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാരോട് ഒരു കാലത്ത് പടവെട്ടി തോറ്റ് പോയിട്ടുള്ള ഈ വീണുപോയ ദൂതന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ വേശ്യന്മാരെന്ന് ഉദ്ദേശിക്കുന്ന അവരെയാണ്. വേശ്യന്മാരോടുകൂടി നിന്റെ മുതൽ തിന്നു കളഞ്ഞ, മനസ്സിലായോ? എല്ലാവരും അറിയാമല്ലോ, ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മുതലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം അതിനെയാണ് ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള വീണുപോയ ദൂതന്മാരുടെ ഈ ജൽപ്പനങ്ങൾക്ക് വഴങ്ങി പല രീതിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അപ്പൻ്റെ മുതൽ തിന്നു കളയുന്ന മക്കളായിട്ടാണ് തീരുന്നത്. അങ്ങനെ പോയ മകൻ പിന്നീട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോഴാണ് തടിച്ച കാളക്കുട്ടിയെ അറുത്തത്. അപ്പോൾ അവന് വേണ്ടി അറുത്തുമല്ലോ അത് എന്ന് പറഞ്ഞു. അവനോട്, അതായത് പിതാവായ ദൈവം ഈ പുത്രനോട് പറയാണ്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റെ ആവുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ആ എന്നേക്കുമായിട്ട് പോയപ്പോൾ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു മഹാമരണമാണ് അവിടെ നടന്നത്. അങ്ങനെ മരിച്ചു പോയവനെ തിരിച്ചു കിട്ടി. നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. 15-ാമത്തെ അധ്യായത്തിൽ ആദ്യം പറഞ്ഞ ആട്ടുകുട്ടിയുടെ ഉപമ, അതായത് കാണാതെ പോയവനായിരുന്നു അവനെ കണ്ടുകിട്ടി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജ്യേഷ്ഠാവകാശമുള്ള ആ ജ്യേഷ്ഠനെ നമ്മുടെ ആദ്യത്തെ ഉപമയിൽ 99 ആടുകൾക്ക് തുല്യനായിട്ടാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കാണാതെ പോയ ആ ഒന്ന്, അതാണ് യഥാർത്ഥത്തിൽ ഈ ഇന്നത്തെ ഈ ലോകത്തിലെ മനുഷ്യർ എന്നറിയപ്പെടുന്ന ഈ ജീവവർഗം മുഴുവൻ കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പിതാവായ ദൈവം അവനെ ബോധ്യപ്പെടുത്തുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. അവതരിച്ചത് നമുക്കറിയാം, ആ രക്തത്താൽ മാത്രമാണ് നമുക്ക് വിടുതൽ, ആ ഒരു യാഗത്താൽ മാത്രമാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വലിയ യാഗം കൊണ്ട് മാത്രമാണ്. നമുക്കറിയാമല്ലോ, എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ ഒരു വലിയ പ്രത്യേകത മറ്റ് സൃഷ്ടികളെക്കാൾ മനുഷ്യന് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യൻ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളുമേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിലെ എല്ലാ ജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നവിടെ വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ദൈവവചനപ്രകാരം യഹോവയായ ദൈവം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വ ഏക ദൈവമാണ്, ത്രിയേക ദൈവം. അത് നമുക്ക് ദൈവവചനം വളരെ കൃത്യമായിട്ട് തരുന്ന മെസ്സേജാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ആളത്വമുള്ള ഏക ദൈവം. അങ്ങനെയാണ് യഹോവയായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന്, ആ തൃത്വത്തിൽ നിന്ന് പുത്രനായ ദൈവമാണ് താഴെ മനുഷ്യനായിട്ട് അവതരിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് വീണ്ടും തിരിച്ച് തൻ്റെ സ്വസ്ഥാനത്തേക്ക് തിരിച്ച് കടന്നുപോയി എന്ന് വളരെ കൃത്യമായിട്ട് ദൈവജനം നമ്മളെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇവിടെ ത്രിയേക ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ തൃത്വ ഏക ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ, അതായത് ദേഹി, ദേഹം, ആത്മാവ്, അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെയുള്ള 3 സ്ഥിതിയിൽ ഉള്ള ഒരു
മനുഷ്യനെയാണ് ദൈവം ആദ്യം ഈ ലോകത്ത് സൃഷ്ടിച്ചത്. അത് ആദാമും ഹവ്വയായിട്ട് മാറി. അങ്ങനെ നമുക്കറിയാമല്ലോ. പിന്നീട് നമുക്ക് കൃത്യമായിട്ട് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ഇങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയാണ്, ഏത് സ്ഥിതിയിലോട്ടാണ് അവൻ അനുസരണക്കേട് കാണിച്ച് താഴേക്ക് പോയത്? അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ നമുക്കറിയാം. പിന്നീട് പാമ്പ് മനുഷ്യനെ ചതിക്കുന്നതായിട്ടും 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പാമ്പ് വളരെ കൃത്യമായിട്ട് മനുഷ്യനെ ചതിച്ച് അപ്പോൾ അവൻ സ്വയം നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ അവർ വൃക്ഷത്തിന് മറിഞ്ഞു വയ്ക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം പിന്നീട് യഹോവയായ ദൈവം ഇവരെ ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് നമുക്ക് കാണാം. മനുഷ്യൻ 3-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചിരുന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. അപ്പോൾ അവിടെ പല സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മിക്കവരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അന്ന് മുതലാണ്. അപ്പോൾ വീണു പോയപ്പോഴാണ് നന്മ തിന്മകളെ അവൻ അറിഞ്ഞത്. അതുവരെ അവൻ അറിയത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 2-ാമത്തെ അധ്യായം തന്നെ നമ്മളവിടെ വായിക്കുമ്പോൾ തന്നെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഏദൻ തോട്ടത്തിലെ മനുഷ്യനെ ആക്കുമ്പോൾ അവനോട് കൃത്യമായിട്ട് ഒരു കൽപ്പന പറഞ്ഞിരുന്നു. ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത്. തിന്നുന്ന നാളിൽ നീ നന്മ തിന്മയെ അറിയുന്നല്ല പറഞ്ഞത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്, എന്നാണ് ദൈവം കൽപ്പിച്ചത്. അപ്പോൾ നന്മ തിന്മകൾ കുറിച്ചുള്ള അറിവ് കൃത്യമായിട്ട് മനുഷ്യനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എങ്ങനെയാണ് അറിവാൻ തക്കവണ്ണം എന്ന് പറയുന്നത്? അതവിടെ നന്മ തിന്മകളെ അറിയുക എന്ന്, നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഹീ ഈസ് ഗോയിങ് ടു ഡു എന്നാണ് അതിൻ്റെ മീനിങ്. ഹീ ഈസ് ഗോയിങ് ടു ഡു അല്ലെങ്കിൽ ഹീ ഈസ് ഡൂയിങ്, ഹീ ഈസ് ഇൻറ്റൻറ്റ് ടു ഡു എന്നുള്ള ഒരു മീനിങ് ആണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് അറിയുക, അറിഞ്ഞു. അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ മറ്റേ മേൽവിലാസം അറിഞ്ഞു എന്നുള്ള അർത്ഥമല്ല അതിൻ്റെ. ഹീ ന്യൂ. പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ കാണാം ആദം ന്യൂ ഈവ് എന്ന് നമുക്ക് പിന്നീട് കാണാനായിട്ട് പറഞ്ഞു. പിന്നെ ജോസഫ് അതുവരെയും മറിയയെ അറിഞ്ഞിരുന്നില്ല, പരിഗ്രഹിച്ചിരുന്നില്ല എന്നൊക്കെ നമുക്ക് അവിടെ കാണുമ്പോൾ ഹീ ഡസൻ ന്യൂ, ഹീ ഡിഡിൻ ന്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ അറിയുക, സിംപ്ലി പറയുന്ന പോലത്തെ അറിയുക എന്നുള്ള അർത്ഥമല്ല. അതായത് അവൻ അതിലേക്ക് വീണു അല്ലെങ്കിൽ അവൻ അതുമായിട്ട് ഇഴുകിച്ചേർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നന്മ അല്ലെങ്കിൽ തിന്മ, നന്മ തിന്മകൾ രണ്ടും വിവേചിച്ചറിഞ്ഞ് ഈ തിന്മയിലോട്ട്, തിന്മയും കൂടെ ചെയ്യുവാൻ പാകത്തിന് അല്ലെങ്കിൽ തിന്മയുടെ വഴിയിലേക്ക് ഇവൻ ഇഴുകിച്ചേർന്നു. ഇവൻ ആ ഒരു എന്താ പറയുക, അതിനെ മാറി നിന്ന് അതിനെ വിവേചിച്ചറിയുവാനുള്ള അവൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ട് അവൻ അതിലേക്ക് വീണു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീരുന്നത്? വൺ അമംഗ് അസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. വൺ അമംഗ് അസ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരുണ്ട്. അപ്പം നമ്മളിൽ ഒരുത്തനെ, നമ്മളെല്ലാം ഒരേ കാറ്റഗറി പെട്ടവരാണ്. അപ്പം നമ്മളിൽ ഒരാളെ പോലെ മറ്റേ ആളായി എന്ന അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, സൗരങ്ങളെ, അത് അങ്ങനെയല്ല. നമ്മിൽ ഒരുവനെ പോലെ ആയിരുന്ന യഹോവയായ ദൈവമാണ് സ്വയം അരുളി ചെയ്യുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ഏക ദൈവം തൻ്റെ 3 ആളത്വങ്ങളുണ്ട് അവിടെ. ദേഹം ദേഹി, നമുക്കറിയാമല്ലോ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദേഹം ദേഹി ആത്മാവ് എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന പോലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഈ 3 ആളത്വങ്ങൾ, ദൈവിക ആളത്വങ്ങൾ അവിടെ അരുളി ചെയ്യുകയാണ്. നമ്മിൽ ഒരുത്തനെ പോലെ ഇവൻ ചുരുങ്ങിപ്പോയി. വൺ അമംഗ് അസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് അസ് എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ 3 ട്രിനിറ്റിയുടെ ഇമേജ് ആയിരുന്ന മനുഷ്യനെ ട്രിനിറ്റിയുടെ ആ ഒരു അതിൻ്റെ ആ ഒരു ഇമേജിൽ ഉണ്ടാക്കിയ മനുഷ്യനെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ഏക ദൈവത്തിൻ്റെ
ആ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളതിൻ്റെ ഇമേജ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് മനുഷ്യൻ വൺ ഓഫ് അസ് എന്നൊരു സ്ഥാനത്തേക്ക് താഴോട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആരാണ് ഈ വൺ? അതാണ് നമുക്ക് എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി അവതരിക്കേണ്ടി വന്നതെന്നുള്ളതിൻ്റെ ഉത്തരം കിടക്കുന്നത് തന്നെ അവിടെയാണ്. വൺ ഓഫ് അസ്, അതായത് പുത്രൻ്റെ ആ ഒരു ഇമേജിലേക്ക്, അല്ലെങ്കിൽ പുത്രൻ്റെ ഇമേജിനെ കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ മാറിപ്പോയി. ഇപ്പോൾ പിതാവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പുത്രനായിട്ട്, അപ്പോൾ ചോദിക്കും, പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവമാണല്ലോ. പിതാവായ ദൈവത്തിൻ്റെ ദേഹരൂപമായിട്ട് നമ്മൾ കാണുന്നത് പുത്രനിലാണ്. അപ്പോൾ ഈ പുത്രൻ്റെ ഇമേജിലേക്ക് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെ വലിയ സ്ഥാനമാണല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ അവിടെ മുമ്പ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ അവിടെ മനുഷ്യന് ആയുസ് നിർണ്ണയിക്കപ്പെട്ട ഒരു ഇതുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവജലത്തിന് പകരം അവിടെ ബ്ലഡ് ഒഴുകാൻ തുടങ്ങുകയാണ്. ബ്ലഡ് ഒഴുകി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ബയോളജിക്കലി നമ്മുടെ ശരീരം ഒരു തുടക്കം അവിടെ തുടങ്ങുകയാണ്. മറ്റേ ടൈം പീസ് മാതിരി ഒരു ഓട്ടം ഇവിടെ ഓടി തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇമേജായിട്ട് മാറുന്നത്? നമുക്കറിയാം, ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ഇപ്പോൾ ഫ്യൂച്ചർ, അല്ലെങ്കിൽ വരാൻ പോകുന്നതും, അല്ലെങ്കിൽ പിന്നെ ഭൂതകാലത്ത് എന്നുള്ള രീതിയിലല്ല. ദൈവത്തിനെല്ലാം അപ്പോൾ, നൗ എന്നുള്ള രീതിയിലാണ് ദൈവം തമ്പുരാൻ എല്ലാത്തിനെയും കാണുന്നത്. അതായത് ദൈവത്തിന്, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അറിയാം, ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും അരുളി ചെയ്യുന്ന അയാം ഹു അയാം, ഞാനാകുന്നു എന്ന് പറയുന്ന സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അതിഭയങ്കരത്വം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും വളരെ വളരെ അകലെയാണ്, അപ്പുറമാണ്. അപ്പോൾ ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യരൂപത്തിലുള്ള അവതരണം എന്ന് പറഞ്ഞാൽ അത് പുരാതന കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാലത്തിനും അനാദികാലം മുമ്പേ തീരുമാനിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ദൈവം തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അത് മാറ്റാനായിട്ട് ആർക്കും കഴിയത്തില്ല. അതാണ് ദൈവത്തിൻ്റെ പവർ, ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മറിയയുടെ മകനായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കും എന്നുള്ളത് അനാദികാലം മുമ്പേ മുതൽ ഉറപ്പിക്കപ്പെട്ട ഒരു സത്യമാണ്. അപ്പോൾ ഈ ഇവിടെ പഴം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലുള്ള ദൈവമായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ആ അവതാരം, അത് നമ്മളൊന്ന് മനസ്സിൽ കണ്ടിട്ട് ഒന്ന് ആലോചിക്കുക. ആ ഇമേജിലേക്കാണ് മനുഷ്യനെ മാറ്റപ്പെട്ടു പോയത്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിൽ അവതരിച്ചു, മനുഷ്യനായി തീർന്നു, നമുക്കറിയാം. അപ്പോൾ മനുഷ്യ ശരീരം പോലെ ഒരു ശരീരം കർത്താവിനുണ്ട്. ശരീരത്തിൽ രക്തമൊഴുകുന്നുണ്ട്. കർത്താവിന് വയസ്സ്, ജനനമുണ്ട്. അങ്ങനെ ജനനമുള്ള ഏത് മനുഷ്യനും മരണം ഉണ്ടാവും. അങ്ങനെ കാൽവരിയിൽ മരിച്ചു. പക്ഷേ ദൈവമായതുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും അനന്തതയിലേക്ക് വീണ്ടും ഇരുന്ന സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചുപോയി. അപ്പോൾ ആ കർത്താവിൻ്റെ ഭൂമിയിലുള്ള അവസ്ഥയിൽ ആയിരുന്ന ഏത് അവസ്ഥയാണോ അതിനെ ആ അവസ്ഥയുടെ ഇമേജിലേക്ക്, ആ അവസ്ഥയിലേക്കെന്നല്ല, ആ അവസ്ഥയുടെ ഇമേജിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു എന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഈ വീണുപോയ ആ ഒരു താഴ്ചയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ വളരെ വലിയ വീഴ്ചയാണ് മനുഷ്യൻ അന്ന് വീണത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യമായി ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ദൈവത്തിൻ്റെ ഇമേജായ മനുഷ്യൻ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ഇമേജായിരുന്ന മനുഷ്യൻ, പിന്നീട് ഈ അനുസരണക്കേടും മറ്റു കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ വണ്ണമെങ്കസ്, അതായത് തൃത്വ ദൈവത്തിൻ്റെ ഒരു ആളത്വത്തിൻ്റെ ഇമേജിലേക്ക്, ആ ആളത്വത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവായിട്ട് ഭൂമിയിൽ അവതരിച്ച ദൈവത്തിൻ്റെ അവസ്ഥയുടെ ഇമേജിലേക്ക് മനുഷ്യൻ ചുരുങ്ങി എന്നാണ് അവിടെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ നമുക്കിത് മുമ്പോട്ട് ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് പോലും കഴിയത്തില്ല. അങ്ങനെയാണ് ആ ഇമേജിലേക്ക്, അതായത് കർത്താവായ യേശു ക്രിസ്തു പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ടതെന്ന്
കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇമേജിലേക്കാണ് നമ്മൾ മാറ്റപ്പെട്ടു പോയത്. അപ്പോൾ ആ ഇമേജിലേക്ക് മാറ്റപ്പെട്ടു പോയപ്പോൾ നമുക്കറിയാം, തൃത്വ ദൈവത്തിൻ്റെ ഇമേജായിട്ട് ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ ഒരിക്കലും ദൈവമല്ല, ഇമേജിലാണ് ഉണ്ടാക്കിയത്, പക്ഷേ ദൈവമാകുന്നില്ല. കാരണം സൃഷ്ടി എപ്പോഴും സൃഷ്ടി തന്നെ എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ മജ്ജയും മാംസവുമായിട്ട് രക്തവുമായിട്ട് വന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ ഇമേജിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടപ്പോൾ നമ്മളിൽ പാവം ഉണ്ടായി, പക്ഷേ കർത്താവിൽ പാവമില്ല. കാരണം കർത്താവിൻ്റെ ഇമേജിലാണ് നമ്മൾ ഉള്ളത്. മനസ്സിലായോ? ഇതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിലവിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പ് നമ്മൾ വായിച്ച ആ ഉപമകളിലെല്ലാം അതിൽ കാണാതെ പോയിട്ടുള്ള ആടിനെ കുറിച്ചാണെങ്കിലും ഈ പറഞ്ഞ ഇളയ മകൻ പിതാവിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആ ഒരു അവസ്ഥയൊക്കെ ഇതുമായിട്ട് നിങ്ങളൊന്ന് കോറിലേറ്റ് ചെയ്ത് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മനുഷ്യൻ എത്രത്തോളം, അതായത് പന്നിയുടെ വാള വരെ തിന്നുവാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യൻ ആ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ഇന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാനായിട്ട് സാധിക്കും? അപ്പോൾ ഇമേജായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇമേജായിട്ട് നമ്മൾ മാറ്റപ്പെട്ടു. എന്നാൽ ഈ മാറ്റപ്പെട്ടു പോയ മനുഷ്യന് തിരിച്ചു വരുവാനായിട്ട് ദൈവം കൊടുത്ത നിയമങ്ങൾ, ആ നിയമങ്ങൾ പ്രകാരം ഈ ലോകത്തിൽ പാപമില്ലാത്ത ഒരു കുഞ്ഞാടിന് അല്ലെങ്കിൽ പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ ഈ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ചൊരിയുവാനായിട്ട് ആ നിയമപ്രകാരം, ദൈവത്തിൻ്റെ എറ്റേണൽ നിയമപ്രകാരം നമുക്ക് വേണ്ടിയിട്ട് ആ ചൊരിയുവാനായിട്ട് ഉള്ള ഒരു വഴി ദൈവം തമ്പുരാൻ തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. അതിന് പ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഇവിടെ യാഗമായി തീർന്ന് നമുക്ക് വേണ്ടി കാൽവരിയിൽ ആ യാഗം, അത് രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് യാഗമായി തീർന്ന് ആ രക്തത്താൽ നമുക്ക് വിശ്വാസപ്രകാരം നമുക്ക് രക്ഷ. അതിന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ യാഗമല്ലാതെ വേറൊരു വഴിയും ഇതില്ല. കാരണം നമ്മൾ ആ ഇമേജിലേക്കാണ് നമ്മൾ മാറ്റപ്പെട്ടു പോയത്, ആ ഇമേജിലേക്കാണ് നമ്മൾ ചുരുങ്ങിപ്പോയത്. ആ ഇമേജിലേക്ക് ചുരുങ്ങിപ്പോയപ്പോൾ ആ ഇമേജ് ആകുവാൻ തക്കവണ്ണമുള്ള ആ സ്രഷ്ടാവിൻ്റെ ഏത് രൂപമാണോ ആ രൂപത്തിന് അല്ലെങ്കിൽ ആ ഒറിജിനൽ അവസ്ഥയ്ക്ക് ആ ഒറിജിനൽ ബീയിങ്ങിന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. വേറൊരു വഴിയുമില്ല. അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് ഇവിടെ മറ്റൊരു രീതിയിൽ അവതരിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് മറ്റൊരു രീതിയിൽ അവതരിച്ചോ നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ തന്നെ നിയമപ്രകാരം കഴിയത്തില്ല. കാരണം നമ്മൾ മറ്റൊരു ഇമേജിലേക്ക് മാറ്റപ്പെട്ടു പോയി. അത് പുത്രനായ ദൈവത്തിൻ്റെ ഭൂമിയിലേക്കുള്ള അവതാരത്തിൻ്റെ ഭൂമിയിലുള്ള അവതാരത്തിൻ്റെ ഇമേജിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ടാണ് മറ്റേ മഹാപുരോഹിതന്മാരുമായിട്ട് തർക്കിക്കുന്ന സമയത്ത് അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലാവുന്നില്ല. അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്, കാരണം ഞാൻ അന്നേ ഉണ്ട്, എൻ്റെ ഇമേജിലാണ് നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. അതവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം അനാദികാലമായിട്ടുള്ള ദൈവം, ആ ദൈവം ഒരു വളരെ ചുരുങ്ങിയ കാലത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വളരെ താഴ്ചയിൽ, അതായത് മനുഷ്യന് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് ദൈവം തമ്പുരാൻ വരുമ്പോൾ സമ്പൂർണ്ണ മനുഷ്യനായിട്ട്, മനുഷ്യന് തുല്യമായിട്ടുള്ളതെന്നല്ല, സമ്പൂർണ്ണ മനുഷ്യനായിട്ട്. സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പലതവണ ദൈവം തമ്പുരാൻ ഓർപ്പിച്ചതുപോലെ പറഞ്ഞു, നമ്മൾ സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യൻ്റെ അവസ്ഥയിലല്ല നമ്മൾ ഇന്നുള്ളത്. നമ്മൾ പാപം ചെയ്ത് പിന്നെ ഡീഗ്രേഡ് ചെയ്ത് പോയി. അപ്പോൾ ഡീഗ്രേഡ് ചെയ്തു പോയ ഈ മനുഷ്യനെ അവൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അവൻ ഏതിൻ്റെ ഇമേജായിട്ട് മാറിപ്പോയോ ആ ഒറിജിനൽ ബീയിങ്ങിന് അല്ലെങ്കിൽ ആ ഒറിജിനൽ ദൈവത്തിൻ്റെ ആ അവതാരത്തിന് മാത്രമേ നമ്മളെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം അത്ര ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവവചന പ്രകാരം കർത്താവായ യേശു ക്രിസ്തു ആര്? കർത്താവായ യേശു ക്രിസ്തു എന്തിന് ഈ ലോകത്ത് വന്നു? എന്തിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് വിടുതൽ എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. ഉൽപ്പത്തിയിലേ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ നമ്മളിൽ ഒരുവനെ പോലെ ആയി പോയ ഈ മനുഷ്യൻ അവിടെ പിന്നീട് ദൈവം വേറെ ചെയ്യുന്നത്, ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ
അവൻ അങ്ങനെ ആയി തീർന്നു. അവനിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ആ സെൻറ്റൻസ് ഫുള്ള് ഞാൻ പറഞ്ഞു, നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ ഇടവരരുത് എന്ന് കൽപ്പിച്ചു. കാരണം അന്ന് അങ്ങനെ കുറഞ്ഞു പോയ ഒരു മനുഷ്യൻ പിന്നീട് എന്നേക്കും ജീവിക്കാൻ തക്കവണ്ണം ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു നിന്നുള്ള അവസ്ഥ വളരെ ഭീകരമാണ്. ഒരുപക്ഷെ സാത്താനും അവൻ്റെ ദൂതന്മാരും ചെയ്യുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള റിബല്യൻ ഈ ലോകത്ത് ദൈവത്തിനെതിരെ ചെയ്യുവാനും ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടികളെ മുഴുവൻ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം ഈ മനുഷ്യൻ്റെ പ്രവൃത്തികൾ അതിന് കാരണമായിട്ട് തീരും. നമുക്കറിയാമല്ലോ, പ്രളയം മൂലം ദൈവം തമ്പുരാൻ തന്നെ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടികളെയും നശിപ്പിക്കേണ്ട ഒരു അവസ്ഥ തന്നെ അത് മനുഷ്യൻ മുഖാന്തരമാണ് ഉണ്ടായത്. സാത്താൻ്റെ ജാതികളാണ് അതിൻ്റെ പുറകിലെങ്കിലും മനുഷ്യൻ മുഖാന്തരമാണ് അതെല്ലാം വരുന്നത്. അപ്പോൾ ഈവൻ ജീവവൃക്ഷം കൂടെ ത്തിൻ്റെ ഫലം കൂടി പറിച്ചു തന്ന് എന്നേക്കും ജീവിച്ചു കഴിഞ്ഞാലുള്ള ഈ ലോകത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര കാലം പോലും മുമ്പോട്ട് ഒരുപക്ഷെ പോകുമായിരുന്നില്ല. അപ്പോൾ അത് ദൈവം അനുവദിക്കത്തില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുകൊണ്ടാണ് അവിടെ അത് കൽപ്പിച്ച് എന്നേക്കും ജീവിക്കാനായിട്ട് സംഗതി വരരുതെന്നുള്ള കൃത്യമായിട്ട് കൽപ്പന അവിടെ ഉണ്ടാകുന്നു. അതിനുശേഷം അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന്, അവനെ മണ്ണിൽ നിന്നാണ് എടുത്തത്. അപ്പം മണ്ണിൽ കൃഷി ചെയ്ത് അവൻ സ്വയം അവന് വേണ്ടിയിട്ടുള്ള കഴിക്കുവാനും ഭക്ഷിക്കാനും ഉള്ളത് അവൻ ചെയ്തുണ്ടാക്കുന്നതിന് തക്കവണ്ണം അവനെ ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെ ജീവവൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാനായിട്ട് ഏതും തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായിട്ട് കാവൽ നിർത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏതും തോട്ടത്തിന് കിഴക്കായിട്ട് അവിടെ ഏതും തോട്ടത്തിലേക്കുള്ള വഴി കാക്കാൻ വേണ്ടിയിട്ട് ഈ കെരൂബുകൾ ദൈവത്തിൻ്റെ ചെറൂബിംസ് ദൈവത്തിൻ്റെ ദൈവപർവ്വതത്തിൻ്റെ സന്നിധിയിൽ അവിടെ അരികത്ത് ദൈവത്തെ സദാസമയം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൂത സമൂഹങ്ങളാണ് ഈ ചെറൂബുകളും സറാഫുകളും. അപ്പോൾ അതിൽ കെരൂബുകളെ അവിടെ കാവൽ നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് ഈ മനുഷ്യനെ തടയുവാൻ മാത്രമല്ല, ഈ മനുഷ്യനെ പ്രോംപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇവനെ കുഴി കൊണ്ട് വെച്ച് അടിക്കുന്ന സാത്താൻ്റെ ശക്തികൾ, സാത്താൻ്റെ സൈന്യങ്ങളും സാത്താൻ്റെ ദൂതന്മാരും സാത്താനൊക്കെ അങ്ങോട്ട് കയറാതിരിക്കാനും കൂടിയാണ് ഈ കെരൂബുകൾ അവിടെ നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വീണുപോയ മനുഷ്യന് അങ്ങനെ ഒരു വഴിയിലേക്ക് പോകാനായിട്ട് അവന് സ്വയമായിട്ട് കഴിയത്തില്ല. കാരണം അത്രത്തോളം അവൻ ഡീഗ്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്, നമുക്കറിയാലോ ഇന്നത്തെ കാലത്താണെങ്കിലും ഇങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുത്ത് ആ ന്യൂക്ലിയർ ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇതെല്ലാം വരുന്നതെല്ലാം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഈ സാത്താന്യ ചതികളിൽ നിന്നാണ് ഇത്തരം ഈ സർവ നാശ ആയുധങ്ങളെല്ലാം വരുന്നതും ഒക്കെ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് തന്നെ ലോകത്ത് നടക്കുന്ന പല ശാസ്ത്രമെന്ന് അവകാശപ്പെടുന്ന പല പരീക്ഷണങ്ങളും അതിൻ്റെയൊക്കെ പുറകിൽ സാത്താന്യമായിട്ടുള്ള ചിന്തകളും സാത്താന്യമായിട്ടുള്ള ശക്തികളുമാണ് നമുക്കറിയാം. സേൺ ഉൾപ്പെടെയുള്ള സംഗതികളെ കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ പുറകിൽ അത് വെറും സയൻറ്റിഫിക് ആണെന്നുള്ളത് അവർ വെറുതെ നുണ പറയുന്നതാണ്. അതൊന്നും അല്ല. അതിൻ്റെ പുറകിൽ സ്പിരിച്വലായിട്ടുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സംഗതികൾ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ചെറൂബിംസിനെ ഇങ്ങനെ ഈ ജീവവൃക്ഷത്തിൻ്റെ വഴികളിലേക്ക് അവിടെ കാവൽ നിർത്തിയതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃത്യമാണ്. കാരണം കർത്താവിനെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാം ഇന്ന് എന്ന രീതിയിൽ ഇപ്പോൾ അല്ലെങ്കിൽ നൗ എന്ന് പറയുന്നത് പോലെ എല്ലാം കർത്താവിൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവരുടെ ഭൂതവും ഭാവിയൊന്നും ഒരു പ്രശ്നമേ അല്ല. കർത്താവിൻ്റെ സന്നിധിയിലെല്ലാം എപ്പോൾ നടക്കുന്നു എന്ത് നടക്കുന്നു എല്ലാം ദൈവം തമ്പുരാനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ദൈവം തമ്പുരാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്തിന് നമുക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചു, എന്തിന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഉൽപ്പത്തിയിൽ തന്നെ കിടക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇമേജിലേക്ക് മനുഷ്യൻ ഒതുങ്ങി അല്ലെങ്കിൽ മനുഷ്യൻ താന്നുപോയി. സത്യദൈവത്തിൻ്റെ അല്ലെങ്കിൽ സമ്പൂർണ്ണ ദൈവത്തിൻ്റെ ഇമേജ് എന്ന സ്ഥാനത്ത് നിന്ന് മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇമേജിലേക്ക് പോയപ്പോൾ, കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാം നിത്യപുത്രനായ ദൈവത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ച് കുറവുള്ളവനായിട്ട് താഴേക്ക് വന്ന ദൈവമെന്നാണ് ദൈവവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും കുറവുള്ള ദൈവമായിട്ടല്ല, എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് യാഗമായി തീരുവാൻ തക്കവണ്ണം മനുഷ്യനായിട്ട് ജനിച്ചു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ പ്രിവിലേജസ് അവിടെ വെച്ചിട്ട് താഴേക്ക് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ കുറവുള്ളവനായിട്ട് താഴെ വന്ന മനുഷ്യ രക്തത്തിൽ
വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇമേജിലേക്ക് മനുഷ്യൻ അവിടെ ഏദൻ തോട്ടത്തിൽ ഈ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഒതുങ്ങിപ്പോയി. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു രക്തത്താൽ അല്ലാതെ മനുഷ്യന് വിടുതലില്ല എന്നുള്ളത് ദൈവവചനം അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഏതായാലും ഈ അന്ത്യകാലത്തിൻ്റെ അവസാന സമയങ്ങളിൽ മുമ്പേ പറഞ്ഞിരിക്കുന്ന പോലെ പല പല കാര്യങ്ങൾ ഒരുമിച്ച് ഒത്തുവരുന്ന ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുണ്ട്. അതിശക്തമായ ദൈവത്തിൻ്റെ മോസ്റ്റ് പവർഫുൾ ഒരു വരവുണ്ട്. ആ വരവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. ഈ ജീവിതത്തിൽ വേറൊന്നും ഇനി പ്രതീക്ഷിക്കാനോ വേറൊന്നുമില്ല. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ഈ ലോകമാസമൂലമുള്ള സർവ്വസാധാരണ സഭയായ ദൈവത്തിൻ്റെ തിരുസഭ, ആ സഭ എന്ന് പറയുന്നത് അതിൽ ജാതിമത ഭേദങ്ങൾ വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉള്ളിൽ ഏറ്റെടുത്ത പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ ആ സഭയിലെ അംഗങ്ങളാണ്. അങ്ങനെയുള്ള ആ സഭയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുവാൻ തന്നെ അതിനുള്ള സമയങ്ങൾ വളരെ ആസന്നമായിട്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണിത് നടക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും കൃത്യസമയം നമുക്കറിയത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിലുള്ളതാണ്. അതിനെക്കുറിച്ച് ആരായുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എങ്കിലും കാലലക്ഷണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവ തിരുവചനത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഒരുങ്ങാം. ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സുബോധത്തോടെ ഇരിക്കുന്ന ഓരോ നിമിഷവും കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ തക്കണം. അപ്പോൾ പറയുന്ന വാക്യങ്ങളും വചനങ്ങളും എല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തുന്നതായിട്ട് തീരുവാൻ തക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. കർത്താവിൻ്റെ എല്ലാ കൃപയും നമ്മളോടുകൂടെ ഇരിക്കുന്നതാകട്ടെ. താങ്ക് യു. ആമേൻ.